ഖത്തറിലെ ദോഹയിലുള്ള ഒരു ദേശീയ മ്യൂസിയമാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ. 1975 തുറന്ന മുൻ കെട്ടിടത്തിന് പകരമായി 2019 മാർച്ച് 28 നിലവിലെ കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നു. ഖത്തറിൽ കാണപ്പെടുന്ന മരുഭൂമിയിലെ റോസ് ക്രിസ്റ്റലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രഞ്ച് വാസ്തുശില്പിയായ ജീൻ നൗവൽ ആണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. ഖത്തരി ദേശീയ ഐഡന്റിറ്റിയുടെ ഹൃദയമായ ഷെയ്ഖ് അബ്ദുല്ല ബിൻ ജാസിം അൽ താനിയുടെ കൊട്ടാരം മ്യൂസിയം സൈറ്റിൽ ഉൾപ്പെടുന്നു. 2013 മുതൽ 2023 വരെ മ്യൂസിയത്തിന്റെ ഡയറക്ടർ ഷെയ്ഖ് അംന ആയിരുന്നു. 2024 ഫെബ്രുവരിയിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് എച്ച് അൽ താനി മ്യൂസിയത്തിന്റെ ഡയറക്ടറായി. മ്യൂസിയത്തിലൂടെയുള്ള ഒരു ടൂർ 3 പ്രധാന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഗാലറികളുടെ ഒരു ലൂപ്പിലൂടെ സന്ദർശകരെ കൊണ്ടുപോകുന്നു. മരുഭൂമിയുടെയും പേർഷ്യൻ ഗൾഫിന്റെയും പ്രകൃതി ചരിത്രത്തെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ, ബെഡൂയിൻ സംസ്കാരത്തിൽ നിന്നുള്ള പുരാവസ്തുക്കൾ, ഗോത്രയുദ്ധങ്ങളെക്കുറിച്ചുള്ള ചരിത്ര പ്രദർശനങ്ങൾ, ഖത്തരി രാഷ്ട്രത്തിന്റെ സ്ഥാപനം, ഒടുവിൽ ഇന്നുവരെയുള്ള എണ്ണയുടെ കണ്ടെത്തൽ എന്നിവയിൽ തുടങ്ങി ഗാലറികൾ കാലക്രമത്തിൽ അയഞ്ഞ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന പ്രദർശനങ്ങളും ഇൻസ്റ്റാളേഷനുകളും മ്യൂസിയത്തിന്റെ ശേഖരങ്ങളിൽ നിന്ന് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത നിധികൾ ഉൾക്കൊള്ളുന്ന ഓഡിയോ വിഷ്വൽ പ്രദർശനങ്ങൾ അവതരിപ്പിക്കുന്നു. നിലവിൽ ഈ ശേഖരങ്ങളിൽ ഏകദേശം 8000 വസ്തുക്കൾ ഉൾപ്പെടുന്നു. അതിൽ പുരാവസ്തുക്കൾ, വാസ്തുവിദ്യാ ഘടകങ്ങൾ, പൈതൃക് ഗാർഹിക, യാത്രാവസ്തുക്കൾ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരകലകൾ, പുസ്തകങ്ങൾ, ചരിത്രരേഖകൾ എന്നിവ ഉൾപ്പെടുന്നു. ഖത്തറിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സംസ്കാരം, പൈതൃകം, ഭാവി എന്നിവ ആഘോഷിക്കുക, ഖത്തറികളുടെ അഭിമാനവും പാരമ്പര്യവും ഉൾക്കൊള്ളുക, അന്താരാഷ്ട്ര സന്ദർശകർക്ക് ദ്രുതഗതിയിലുള്ള മാറ്റത്തെയും ആധുനികവൽക്കരണത്തെയും കുറിച്ചുള്ള സംവാദം വാഗ്ദാനം ചെയ്യുക എന്നിവയാണ് മ്യൂസിയത്തിന്റെ ദൗത്യം. ഉദ്ഘാടനത്തിനു ശേഷം മ്യൂസിയത്തിൽ ഖത്തറിന്റെ സാംസ്കാരിക പൈതൃകത്തെ സൂചിപ്പിക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബെഡൂയിൻ നരവം ശാസ്ത്ര വസ്തുക്കൾ, സമുദ്ര കരകൗശല വസ്തുക്കൾ, പരിസ്ഥിതി വസ്തുക്കൾ, പ്രാദേശികമായി ഉരുത്തിരിഞ്ഞ പുരാതന കരകൗശല വസ്തുക്കൾ എന്നിവയും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പുരാവസ്തു ഗവേഷകർ. ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകയായ ബിയാട്രിസ് ഡി കാർഡിയും സംഘവും 1973 നവംബർ മുതൽ 1974 ജനുവരി വരെ ഖത്തറിൽ പര്യവേഷണങ്ങൾ നടത്താൻ നിയോഗിക്കപ്പെട്ടു. മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതിനായി പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിനായി അവർ അവരെ നിയോഗിച്ചു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ അൽദാസയുടെ സ്ഥലത്തായിരുന്നു. അതിൽ നിയോലിത്തിക് കാലഘട്ടത്തിലെ നിരവധി ഉബൈദ് മൺപാത്രക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. 1950കളിലും 1960കളിലും ആരംഭിച്ച മുൻകാല ഡാനിഷ് പര്യവേഷണങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും മുമ്പ് ദോഹ പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നവയും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഡി കാർഡിയുടെ പര്യവേഷണം അവസാനിച്ചതിനുശേഷം സർവേകളിലും ഖനനങ്ങളിലും മ്യൂസിയത്തിന്റെ പുരാവസ്തു വകുപ്പ് സജീവ പങ്കുവഹിച്ചു. അൽ വുസൈലിലെയും സുബാറയിലെയും പുരാവസ്തു സ്ഥലങ്ങൾ അവർ കുഴിച്ചെടുത്തു. എത്നോഗ്രാഫിക് മെറ്റീരിയലുകൾ. ബെഡൂയിൻ എത്നോഗ്രാഫി രേഖപ്പെടുത്തുന്ന വസ്തുക്കൾ വിശാലമായ പ്രമേയത്തിലാണ്. പ്രദർശിപ്പിച്ചിരിക്കുന്ന ചില വസ്തുക്കൾ ചരിത്രപരമായി ബെഡൂയിൻമാർ ഉപകരണങ്ങളായും ആയുധങ്ങളായും ഉപയോഗിച്ചിരുന്നു. മറ്റുള്ളവ ആഭരണങ്ങൾ, മൺപാത്രങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ്. പരമ്പരാഗത കവിതകൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഖത്തരി ഇബ്നു അൽഫുജയും മുൻ അമീർ ജാസിം ബിൻ മുഹമ്മദ് അൽ താനിയും രചിച്ച കൃതികളാണ് ഏറ്റവും ശ്രദ്ധേയമായത്. 2015 ഷെയ്ഖ് മുബാറക് ബിൻ സെയ്ഫ് അൽ താനി ദേശീയഗാനത്തിന്റെ ആദ്യ ലിഖിത കരട് ഖത്തർ നാഷണൽ മ്യൂസിയത്തിൽ പ്രദർശനത്തിനായി അവതരിപ്പിച്ചു. ഇത് പൂർത്തിയായ ശേഷം പുതിയ മ്യൂസിയത്തിലേക്ക് മാറ്റാൻ ആദ്യം പദ്ധതിയിട്ടിരുന്നു. 1972 ഖലീഫ ബിൻ ഹമദ് അൽ താനി സിംഹാസനത്തിലേറിയപ്പോൾ രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യങ്ങളും രേഖപ്പെടുത്തുന്നതിനായി ഒരു ദേശീയ മ്യൂസിയത്തിനുള്ള പദ്ധതികൾ അദ്ദേഹം തയ്യാറാക്കി. ആ വർഷം മ്യൂസിയത്തിന്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ വശങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹം മൈക്കൽ റൈസ് കമ്പനിയെ കരാർ ചെയ്തു. 20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഖത്തറിന്റെ മുൻ അമീർ അബ്ദുല്ല ബിൻ ജാസിം അൽ താനി മുമ്പ് കൈവശം വച്ചിരുന്ന ഒരു തകർന്ന കൊട്ടാരമായ പഴയ അമീരി കൊട്ടാരം ഈ കെട്ടിടം ഉൾക്കൊള്ളുമെന്ന് തീരുമാനിച്ചു. പരമ്പരാഗത പായ്ക്കപ്പലുകളും മുത്തുകൾ ശേഖരിക്കുന്നതിനുള്ള ഉപകരണങ്ങളും പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി ഒരു ലഗൂണും നിർമ്മിച്ചു.